ഈ മലമുകളിലുള്ള ഇവരിങ്ങനെ സ്മോക്ക് ചെയ്ത് തുടങ്ങിയത്. അതിപ്പോഴും ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആണും പെണ്ണും ഒന്നും സ്മോക്ക് ചെയ്യുന്നത് മിസോറാമിലൊരു വലിയ കാര്യമല്ല. തലസ്ഥാനമായ ഐസോളിൽ നിന്ന് മിസോറാമിലെ ഗ്രാമീണ ജീവിതം കാണാനാണ് ഇനിയുള്ള യാത്ര. ഫാൽക്കോൺ എന്ന ഗ്രാമത്തിലേക്കാണ് പുറപ്പെട്ടു പോകുന്നത്. ഇവിടെ പുറകിൽ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട്, കൗശിക് ബീഹാറുകാരനാണ്. ഇവിടെ വെച്ച് പരിചയപ്പെട്ടതാട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ഇട്ടാണ് പോകുന്നത്. കാരണം അവിടെ വരെ എത്താൻ ആകെ 18 കിലോമീറ്റർ ഉള്ളൂ, പക്ഷേ 1000 രൂപ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഷെയർ ഇട്ട് 500 രൂപയെ ഷെയർ ഇട്ട് പോവുക. കൃഷിയിടങ്ങളൊക്കെയുള്ള ഗ്രാമമാണിത്. ഫാൽക്കോൺ ഗ്രാമം ഒരു പൈതൃക ഗ്രാമമാണ്. മിസോറാമിലെ ഗ്രാമീണ ജീവിതം എങ്ങനെയെന്ന് നമുക്കിവിടെ തൊട്ടറിയാം. ഇത് ഒരു ലൈവ് മ്യൂസിയം പോലെ സന്ദർശകർക്ക് മുന്നിൽ മിസോ ജീവിതം മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. 100 രൂപ കൊടുത്ത് അകത്തേക്ക് കയറിയാൽ മിസോ മനുഷ്യരുടെ ജീവിതത്തിലൂടെ നമുക്ക് സഞ്ചരിക്കാം. ഇവിടെ കാലവും സമയവും സാവധാനം സഞ്ചരിക്കുന്നതായി തോന്നും. ഓരോ കോണും ഓരോ കഥ പറയും കേട്ടോ. മുതിർന്ന മനുഷ്യരെയും കുട്ടികളെയും ഒക്കെ വിഭാഗീയതയോ വിവേചനമോ ഇല്ലാതെ പ്രത്യേകം പരിഗണിക്കുന്നതാണ് മിസോ ശൈലി. ഗ്രാമമുഖ്യനും കുടുംബവുമായിരുന്നു ഗ്രാമങ്ങളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. പരാതികൾ പറയാനും പ്രശ്നപരിഹാരത്തിനും പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ട്. പരമ്പരാഗത മിസോ വീടുകൾ പ്രകൃതിയോടിണങ്ങുന്ന നിർമ്മാണ ശൈലി കൊണ്ട് നമ്മളെ ആകർഷിക്കും. ജോ എന്നാണ് ഈ ശൈലിക്ക് പേര്. മരത്തടിയിലും മുളയിലും നിർമ്മിച്ചവയാണ് മിസോ വീടുകൾ. എല്ലാ വീടുകളും മരത്തിന്റെ വലിയ പില്ലറുകളിൽ കുത്തിപ്പൊക്കിയവയാണ്. മലമുകളിൽ വീടുകൾ ഉറപ്പോടെ പണിയാനും വന്യജീവികളിൽ നിന്ന് രക്ഷ നേടുന്നതിനും കാറ്റിനെയും മഴയെയും അതിജീവിക്കാനുമൊക്കെയാണ് ഈ ശൈലി ഇവർ സ്വായത്തമാക്കിയത്. വീടിന്റെ ചുവരുകളും തറയും വരെ മുളയിൽ നെയ്തെടുത്തവയാണ്. ഒരു വലിയ മുറി, അതിൻ്റെ നടുഭാഗത്ത് പാചകം, അടുപ്പിനു മുകളിൽ ഉണങ്ങാനിട്ടിരിക്കുന്ന ധാന്യങ്ങൾ, അടുപ്പിലെ ചൂട് പ്രയോജനപ്പെടുത്തി 2 ഭാഗത്തും കട്ടിലുകൾ, കട്ടിലുകളിൽ രോമപുതപ്പുകൾ, എല്ലാം കൈകൊണ്ട് നെയ്തെടുത്തവ. കൃഷി, ഇരുമ്പുകൊണ്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കൽ, മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഒരുക്കൽ, കൈത്തറി എന്നിവയൊക്കെയാണ് മിസോകളുടെ പരമ്പരാഗത തൊഴിൽ. എനിക്ക് ഇവിടെ നൂൽക്കുന്ന പഠിപ്പിച്ചു തരുവാണേ. അതാണ് ഇവിടെ ചവിട്ടാനല്ലേ. കൊള്ളാം. അവര് പണ്ട് എങ്ങനെയാണോ ബെഡൊക്കെ ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ടോ. ഈ നൂലൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവരവരെ കട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. കറക്റ്റ്. വന്യമൃഗങ്ങളെക്കാൾ ഇഴജന്തുക്കളുടെയും കുഞ്ഞു പ്രാണികളുടെയും ആക്രമണമാണ് മലമുകളിൽ വസിക്കുന്ന ഇവരെ അലട്ടിയിരുന്നത്. കീടങ്ങളെയും ചെറുപ്രാണികളെയും അകറ്റാൻ സദാ പുകവലിക്കുന്നത് മിസോ രീതിയാണ് കേട്ടോ. ഇക്കാണുന്നവരാണ് മൂപ്പനും ഗ്രാമമുഖ്യരും. ഇവരുടെയൊക്കെ കൈകളിൽ പുകയ്ക്കാനുള്ള പൈപ്പ് കാണാം. ഇത് ഇവരെല്ലാവരും ഉണ്ടല്ലോ സ്മോക്ക് ചെയ്യും. ആണായാലും പെണ്ണായാലും എല്ലാവരും സ്മോക്ക് ചെയ്യും. അത് ഈ ടെറൈൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ ധാരാളം ഇൻസെക്ട്സ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഓടിക്കാൻ വേണ്ടിയാണ് ഇവർ പണ്ട് കാലത്തെ സ്മോക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ഒരു അങ്ങനെയാണ് അവർ പണ്ട് മുതലേ ശീലിച്ചിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ഒരു കാലാവസ്ഥ കാരണവും ഇവിടുത്തെ ഈ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്ന ഷഡ്പദങ്ങളെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ ഈ തണുപ്പ് പ്രദേശത്തുള്ള ഇവർ ഈ മലമുകളിലുള്ള ഇവരിങ്ങനെ സ്മോക്ക് ചെയ്ത് തുടങ്ങിയത്. അതിപ്പോഴും ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആണും പെണ്ണും ഒന്നും സ്മോക്ക് ചെയ്യുന്നത് മിസോറാമിലൊരു വലിയ കാര്യമല്ല. വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കാൻ ഇവർക്ക് പ്രത്യേകം മിടുക്കുണ്ട്. കുടുംബത്തിലെ ഓരോ അംഗവും ഗ്രാമത്തോട് ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ് മിസോ പാഠം.
ഗ്രാമത്തിന് കാവൽ നിൽക്കാൻ പുരുഷന്മാരുടെ കൂട്ടമുണ്ട്. രാത്രി ഇവരാണ് കാവൽപുരയിൽ ഉണ്ടാവുക. അതിശൈത്യത്തെ അതിജീവിച്ചാണ് ഗ്രാമത്തിലെ കൃഷിയിടങ്ങളെയും മനുഷ്യരെയും ഇവർ കാക്കുന്നത്. സ്ത്രീകൾക്കാണ് കുടുംബങ്ങളിൽ പരമാധികാരം. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാനെതിരെ യുദ്ധം ചെയ്യാൻ ബ്രിട്ടീഷ് സൈന്യം മിസോറാമിലെ യുവാക്കളെ ഉപയോഗിച്ചതായാണ് ചരിത്രം. 1942 ബർമ്മ കീഴടക്കി ജപ്പാൻ സൈന്യം മുന്നേറിയപ്പോൾ വടക്ക് കിഴക്കൻ അതിർത്തി കാക്കാൻ മിസോ യുവാക്കളെ ചേർത്ത് ബ്രിട്ടീഷുകാർ മിസോ ലിവൈസ് എന്ന ഒരു സൈനിക വിങ് ഉണ്ടാക്കി. ജപ്പാന്റെ സൈനിക വിന്യാസം നിരീക്ഷിച്ച് കാടുകൾ താണ്ടി വിവരം ബ്രിട്ടീഷ് സർക്കാരിനെ അറിയിക്കലായിരുന്നു മിസോ യുവാക്കളുടെ പണി. അതിനായി പുരുഷന്മാർ പലരും പുറപ്പെട്ടുപോയി. അന്ന് കുടുംബത്തിന്റെ ഉത്തരവാദിത്തം സ്ത്രീകളുടെ ചുമലിലായി. ജപ്പാനോടുള്ള യുദ്ധം ജയിക്കുന്നതിൽ മിസോ യുവാക്കൾ നിർണായക ഘടകമായി മാറി. എങ്കിലും ബ്രിട്ടീഷ് സൈന്യത്തെ സഹായിക്കാൻ പോയ പലരും ജീവനോടെ മടങ്ങി വന്നില്ല. അതോടെ സ്ത്രീകൾ കുടുംബനാഥകളായി മാറി. രണ്ടാം ലോക മഹായുദ്ധമാണ് മിസോ സ്ത്രീകൾക്ക് ആൺതുണയില്ലാതെ മുന്നേറാനുള്ള മനക്കരുത്ത് പരുവപ്പെടുത്തിയതെന്ന് പറയാം. ആട്ടവും പാട്ടുമായി ആനന്ദത്തിലാണ് ഗ്രാമങ്ങൾ. പരമ്പരാഗത മിസോ നൃത്തരൂപമായ ചെറാവു കാണാനും പരിശീലിച്ചു നോക്കാനും പൈതൃക ഗ്രാമത്തിൽ സൗകര്യമുണ്ട്. പൂർവികർ ഇത് അനുഷ്ഠാന കലാരൂപത്തിൽ തുടങ്ങിയതാണ്. നല്ല വിളവ് ലഭിക്കുന്നതിനും രോഗങ്ങളിൽ നിന്ന് ഗ്രാമത്തെ രക്ഷിക്കുന്നതിനും ദൈവപ്രീതിക്കുമായിരുന്നു ഈ കലാരൂപം അരങ്ങേറിയിരുന്നത്. എന്നാൽ കാലക്രമേണ ഈ നൃത്തരൂപം ഉത്സവങ്ങളിൽ അരങ്ങേറുകയും മിസോ സംസ്കാരത്തിൻ്റെ അടയാളമായി മാറുകയും ചെയ്തു. സ്വാർത്ഥത വെടിഞ്ഞ് അന്യന് സഹായമാകുക എന്നതാണ് മിസോ സമൂഹത്തിൻ്റെ അടിസ്ഥാന തത്വം. ആ പാഠം നമുക്കും ഈ ഗ്രാമങ്ങൾ പകർന്നു നൽകും. കണ്ണും മനസ്സും നിറച്ചാണ് ഫാൽക്കോൺ ഗ്രാമം നമ്മളെ യാത്രയാക്കുക.